ഇങ്ങനെ പിന്നെങ്ങനെ മുസ്ലിം കടകളിൽ നിന്ന് ക്രിസ്മസ് കേക്ക് വാങ്ങാൻ പാടില്ല. നമസ്കാരം, ഇങ്ങനെ പിന്നെ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ മറുനാടൻ മലയാളിയിലെ ശ്രീ ഷാജൻ കറിയുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി. അതിന്റെ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് ഒന്നിലധികം പേർ അയച്ചു തന്നു. എനിക്ക് അയച്ചു തന്ന മിക്കവരും തന്നെ മുസ്ലിം സുഹൃത്തുക്കളാണ്. കാരണം മുസ്ലിം വിശ്വാസികൾ ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അതേറെ ചർച്ചയായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഏതൊരു ഓഡിയോ ക്ലിപ്പിനെ കുറിച്ചിട്ടാണ്. അത് പ്രചരിക്കുന്നത് മുസ്ലിം ഗ്രൂപ്പുകളിലാണ്. അപ്പോൾ നമ്മുടെ തംബ്നെയിലിൽ നിന്നും സബ്ജക്ട് ലൈനിൽ നിന്നും വളരെ ക്ലിയർ ആണ്. മുസ്ലിം കടകളിൽ നിന്ന് സാധനം വാങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് അത് തീർച്ചയായിട്ടും മുസ്ലിം ഗ്രൂപ്പുകളിലാണ് സ്പ്രെഡ് ചെയ്യുക. കാരണം അവർക്ക് അത് ഒരുപാട് ഭവിഷ്യത്താണ്. ഇത് ആരാണ് ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ പറയുന്നത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ മുറിഞ്ഞപുഴപ്പള്ളി വികാരിയുടെ ശബ്ദരേഖ എന്ന നിലയിലാണ് അത് പ്രചരിക്കുന്നത്. ആദ്യം സങ്കടകരമായ ആ ശബ്ദരേഖ കേൾക്കുക. ഇന്നലെ എൻ്റെ ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായേ. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ, അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി, നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പൊ അവരോട് പറഞ്ഞു, ചേട്ടത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ്, അവർക്ക് സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബേക്കറിയുടെ പേരെന്നാ? അവർ ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? അപ്പൊ അത് മുസ്ലിംസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, എന്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. നിങ്ങൾ കേട്ടല്ലോ. ഇതിൽ 2-3 കാര്യങ്ങളൊന്നും നോക്കാണ്ട്. ഒന്ന്, ഈ വീഡിയോയില് അദ്ദേഹത്തെ അവർ അഡ്രസ് ചെയ്യുന്നത് ചേട്ടാന്ന് പറഞ്ഞിട്ടാണ്. ഈ ചേട്ടാന്ന് പറഞ്ഞാൽ എന്തായാലും പള്ളിയിലെ അച്ഛനല്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ഈ ഓഡിയോ ഒരു പള്ളിയിലെ അച്ഛന്റെ അല്ല എന്ന് ഉറപ്പാണ്. കാരണം ഒരു പള്ളി പോയിട്ട് പള്ളിയിലെ അച്ഛനെ ആരും ചേട്ടാന്ന് വിളിക്കില്ല. ഇനി 2, ഈ ചേട്ടൻ തിരിച്ചു പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്തിനാ പറയാണ്ടിരിക്കുന്നത്? കാരണം ആൾക്കാർക്ക് മടുത്തു, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാരണം കുറെ സഹിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? മുസ്ലിം കടകളിൽ നിന്നാണെങ്കിൽ വേണ്ട, ക്രിസ്ത്യൻ കടകളിൽ നിന്നാണെങ്കിൽ ഒരു 10 കിലോ വാങ്ങാം. അത് വളരെ തെറ്റാണ്. നമ്മൾ എങ്ങനെ നാട്ടിലെ ആൾക്കാരെ മതം വെച്ച് തിരിച്ച് ബിസിനസ് ചെയ്യാൻ തുടങ്ങി ഇവിടെ എത്താൻ പോകുന്നത്? ഇന്ത്യയുടെ കാര്യം പോക്കാണ്. ഒരു മുസ്ലിം കടകളിൽ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ തെറ്റാണ്. അദ്ദേഹം അത് പറയാൻ പാടില്ല. നീ അത് പള്ളിയിലച്ഛനായാലും വേറൊരു ചേട്ടനായാലും അദ്ദേഹം പറഞ്ഞതിനോട് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. മുസ്ലിം കടകളിൽ നിന്ന് വാങ്ങില്ല എന്ന് മാത്രമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ക്രിസ്ത്യൻ കടയിൽ നിന്നാണെങ്കിൽ ഒരു 10 കിലോ കേക്ക് വാങ്ങാന്ന്. അപ്പൊ പിന്നെ ഹിന്ദു കടയാണെങ്കിലോ? അപ്പോഴും പ്രോബ്ലമായി. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ബിസിനസ് റിലീജിയൻ നോക്കി ചെയ്യണമെന്നാ പറയുന്നത്. അത് വളരെ തെറ്റാണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? എന്തായാലും മക്കളെ, ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട. കാലഘട്ടം കാരണമാണ്. എന്താണ് കാലഘട്ടത്തിന് പറ്റിയത്? കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്രിസ്ത്യൻ കടന്നോ ഹിന്ദു കടന്നോ മുസ്ലിം കടന്നോ കേട്ടിട്ട് തന്നെ ഉണ്ടോ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് ഏത് കടയിലാണ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങും. ഓണസ്റ്റ് ബേക്കറി അന്ന് ഭയങ്കര പ്രധാനമാണ്. അന്ന് ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ഓണസ്റ്റ് ബേക്കറിൽ കേക്ക് അത് ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല കേക്ക് നല്ലതായോണ്ട് വാങ്ങുന്നത്. ഇന്നിപ്പോ ഇങ്ങനെ നമ്മൾ കേക്കിന്റെ ക്വാളിറ്റി നോക്കാണ്ട് ഏത് ആളാണ് റിലീജിയൻ നോക്കിയിട്ട് വാങ്ങി എങ്ങനെ നടക്കുക? അത് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇത് നിൽക്കുന്നതെന്നാണ് ചോദ്യം. ശരിയാണ് അദ്ദേഹം പറയുന്നത്, കാലഘട്ടം തീരെ ശരിയല്ല. പണ്ടത്തെ മാതിരിയല്ല. ഇപ്പൊ എല്ലാവരും മതം ചോദിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ് മതം ചോദിച്ചു തുടങ്ങിയത്? നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം. നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. കേട്ടല്ലോ. ഇതിന്റെ അണ്ടർലൈൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലാലായിട്ടുള്ള ഒരു കേക്ക് വാങ്ങുന്നതാണ്. നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിച്ചിരുന്നതാണ്. ഒരു ഹലാലും ഉണ്ടായിരുന്നില്ല, ഒരു വെഞ്ചരിച്ച ഭക്ഷണം ഉണ്ടായിരുന്നില്ല. എല്ലാവരും സുഖമായി ജീവിച്ചിരുന്നതാണ്. എവിടുന്നാണ് ഈ ഹലാല് കയറി വന്നത്? ഈ ഹലാല് കയറി വന്നുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മുസ്ലിം എന്നൊക്കെ തിരിച്ചു വന്നുള്ളത്. കാരണം ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ഹലാലിന് കേട്ടിട്ട് തന്നെ ഇല്ല. ഹലാൽ കേക്കോ ഹലാൽ പ്രോഡക്ട്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേമാതിരി ജീവിച്ചിരുന്നത്. ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ആർക്കും ഒരു ഐത്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം മുസ്ലിംസിന് ഐത്യം വന്നിട്ടുണ്ട്. അവർക്ക് അവരുണ്ടാക്കാത്ത പ്രോഡക്റ്റ് കഴിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഹറാമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഡിവിഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്നത് ഈ ക്രിസ്ത്യൻ കടകളിൽ നിന്ന് വാങ്ങണമെന്ന്. അദ്ദേഹം പറയുന്നത് വളരെ തെറ്റാണ്. ക്രിസ്ത്യൻ കടകളിൽ നിന്ന് വാങ്ങണമെന്ന് പറയാനേ പാടില്ല. എന്നാൽ അദ്ദേഹം പറയേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയൂ? ഹലാലായ കേക്ക് വാങ്ങാൻ പാടില്ല എന്ന് പറയണം. അത്
ക്രിസ്ത്യൻ കടയായാലും ഹിന്ദു കടയായാലും മുസ്ലിം കടയായാലും ഹലാലായ കേക്ക് വാങ്ങാൻ പാടില്ല. നമുക്ക് സാധാരണക്കാർ മതമില്ലാത്ത കേക്ക് മതി. എന്തിനാ മതമുള്ള കേക്ക്? നമുക്ക് എന്തിനാ മതമുള്ള ഭക്ഷണ സാധനങ്ങൾ വേണ്ടത്? നമുക്ക് മതമുള്ള ഭക്ഷണ സാധനങ്ങൾ വേണ്ട. അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് വളരെ ശരിയാണ്. ശ്രീ ഷാജൻ സ്കറിയ തന്നെ ഇത് എവിടെ നിന്നാണ് വരുന്നത് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. കാരണം മുസ്ലിം സമൂഹമോ മുസ്ലിം മതമോ മുസ്ലിം വിശ്വാസമോ മുസ്ലിം ജനതയോ അല്ല ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരന്റെയോ ഭീഷണി. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അതിതീവ്ര മതരാഷ്ട്രീയ നിലപാടുള്ളവരുടേതാണ്. അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും റിലീജിയസ് ഇസ്ലാമിനെയും രണ്ടായി കാണണം. ഞാൻ ശ്രീ ഷാജൻ സ്കറിയോട് 100% യോജിക്കുന്നു. ഇത് മുസ്ലിംസ് ചെയ്യുന്നതല്ല, ഇത് ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അവരുടെ ഉദ്ദേശമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സ്പ്രെഡ് ചെയ്യൽ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യം മുഴുവൻ ഇസ്ലാമിൻ്റെ ആവണമെന്നുള്ളതാണ്. അവര് ഈ ഹലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. പണ്ടില്ലാത്ത ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊരു ഫീലിംഗ് കൊണ്ടുവരികയാണ്. ഈ ഹലാല് ഫുഡ് ഇറക്കിയില്ലെങ്കിൽ ഒരിക്കലും ഈ അച്ഛൻ പറയാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ ചേട്ടൻ പറയാൻ പോകുന്നില്ല ക്രിസ്മസ് കേക്ക് വാങ്ങുമ്പോൾ ഈ ക്രിസ്ത്യൻ കടകളിൽ നിന്ന് വാങ്ങണം എന്നുള്ളത്. കാരണം ഒരു ഡിവിഷൻ വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുക? പൊളിറ്റിക്കൽ ഇസ്ലാം തകർന്നില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ തകർന്നു പോകും, കേരളം തകർന്നു പോകും. അത് ചെയ്യാണ്ടിരിക്കാൻ ഒരേ ഒരു വഴി ഈ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു സ്ഥലത്തു നിന്നും നമ്മൾ ഹലാൽ കേക്ക് വാങ്ങാൻ പാടില്ല. അതിന് ക്രിസ്ത്യൻ കടയാണെങ്കിൽ പോലും ഹലാൽ കേക്ക് ആണെങ്കിൽ അത് വാങ്ങണ്ട. ഹിന്ദു കടയാണെങ്കിലും വാങ്ങണ്ട, മുസ്ലിം കടയാണെങ്കിലും വാങ്ങണ്ട. എന്നാൽ ഹലാൽ അല്ലാത്ത നോർമൽ കേക്ക്, റിലീജിയൻ ഇല്ലാത്ത കേക്ക് എവിടെ നിന്ന് കിട്ടിയാലും റോഡ് സൈഡിൽ കിട്ടിയാലും വാങ്ങിക്കോളും, നല്ലതാണെങ്കിൽ. അതിനൊന്നും എന്തെങ്കിലും പ്രോബ്ലം ഇല്ല. അതാണ് നമ്മൾ ഈ പ്രശ്നം ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെല്ലാവരും തീരുമാനിക്കണം ഹലാൽ കേക്ക് വാങ്ങരുതെന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് കോളത്തിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.